കുഞ്ഞു തളിരലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം എല്ലാം മൂത്ത് പോയിരിക്കണു. വന്നിട്ട് ഇങ്ങനെ കനത്തിൽ വെച്ചിട്ട് തൂക്കി വെച്ചിട്ടുള്ളതാണ്. കണ്ടോ ഈച്ചകൾ, കുഞ്ഞു ഈച്ചകൾ പറക്കണുണ്ടോ. മറ്റൊരു മുളകിൻ്റെ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയ മുളകാണ് ഇത്. തന്നെയാണ് അധികം പറിക്കാറ്. കുറേ പറിച്ചിട്ടുണ്ട്, എന്നാലും ഉണ്ട്. കിട്ടിയാ ചേട്ടൻ എടുക്കാറ്. ഇത് നമ്മുടെ ബൊഗെയിൻവില്ല പൂത്ത് നിൽക്കണുണ്ടോ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നുണ്ടല്ലോ നമ്മളൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാങ്ങയുണ്ട് കുറച്ചപ്പോൾ മാങ്ങ പറിച്ചിട്ട് നമുക്ക് കഴിക്കാനൊരാഗ്രഹം, പച്ചമാങ്ങ. അപ്പോൾ നമുക്കൊന്ന് പറിക്കാമെന്ന് വെച്ചിട്ട് തോട്ടി എടുത്ത് കൊടുക്കാട്ടോ ചേട്ടന്. അവിടെ താഴെ എനിക്ക് കിട്ടി, എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആൾ മേലെ കയറിയിട്ടുണ്ട്. തോട്ടി തരാം. എന്റെ തലയ്ക്ക് വീഴുമോ? സൈഡ് നോക്ക്, ഞാൻ പറഞ്ഞു എന്റെ തലയ്ക്ക് വീഴുമോ. നമുക്കുണ്ടല്ലോ വീടിൻ്റെ അപ്പുറത്ത് വഴിയാണ് കേട്ടോ. അവിടെ നിന്ന് പോയിട്ട് മാങ്ങ ചക്ക വീഴും അടുത്ത്. നമുക്ക് അവിടെ നിന്ന് പെറുക്കാം. ഞാൻ ഇപ്പുറത്ത് കൂടെ വരാം. നോക്കട്ടെ, 2 ഉള്ളൂ. അറിയണ്ട, കുറച്ചുകൂടെ പറിക്കാം. ഇല്ല, ഇനി ആവണുള്ളൂ അല്ലേ, ചെറുതാണ് ഇനി. ശ്രദ്ധിച്ച് നിക്ക്. ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. വാങ്ങിയത് വേറൊന്നുമില്ല. നമ്മളുണ്ടല്ലോ ഏറ്റവും ടോപ്പിലേക്ക് പോവാണ്. ടോപ്പിൽ കയറി നിന്നാലാണ് മാങ്ങ പറിക്കാൻ കിട്ടുള്ളൂ. ഒക്കെ പോവാം. ഈ കോണിയാണെന്താ വീണ്ടും ഒരു കോണി കയറി. ഈ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് കയറണം കേട്ടോ. മാങ്ങ പറിക്കാൻ വേണ്ടി എത്ര പൊക്കത്തിലാണ് കയറിയേക്കണേ. എന്താ നിക്കണേ, കാച്ചിലല്ലേ ഇത്? കിട്ടിയോ? മാങ്ങ കിട്ടിയിട്ടുണ്ട്. എന്ത് സാധനം, ഒരു കുഞ്ഞു ഇത് എവിടെയത്? ഇത് വേറെ ടേസ്റ്റ് അല്ലേ ഉണ്ടാവുക? അതെ, ഉണ്ടോ അതെ. ഈ സാധനം കാച്ചിലിന്റെ വള്ളിയിലുണ്ടാവുന്നതാണ് കേട്ടോ. നിറയെ വള്ളിയിലുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ സാധനം. നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു അല്ലേ. ഞാൻ കഴിച്ചിട്ടുണ്ട്, പണ്ട് എപ്പോഴോ കഴിച്ചിട്ടുണ്ട് ഈ സാധനം. ഇതെന്ത് കേട്ടത്? എപ്പോഴോ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ടേസ്റ്റ് എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ്. അത് പുഴുങ്ങിയിട്ട് പുഴുങ്ങിയ ആൾക്കാർ കഴിക്കുന്നുണ്ട്. സംഭവം രസമുള്ള സാധനമാണ്, നന്നായി ഉണ്ടാവും. നമുക്ക് ഒഴിഞ്ഞു നോക്കാം. മാങ്ങയിലേക്ക് ഇവിടെ വന്ന് കിടക്കണ്ടേ. ഇതില് പൂക്കാൻ തുടങ്ങി. ഇത് വേറെ ഒരു ടൈപ്പ് മാവ് കേട്ടോ. ഇത് എന്ത് മാങ്ങയാ ചേട്ടാ? ഇതൊരു നീള മാങ്ങ. നല്ല പുളിയുള്ള മാങ്ങയാണ് പച്ചക്ക്. പഴുത്ത് കഴിഞ്ഞാലും ചെറിയ പുളി ഉണ്ട് തോന്നുന്നു അല്ലേ. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. നമ്മൾ പേറ്റും ടോപ്പിലാണ് കേട്ടോ നിൽക്കണത്. ചേട്ടൻ റിസ്ക് എടുക്കാറ് കൊടുക്കാറ്.
രണ്ട് കൈയും ഇത് മാങ്ങിയതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് കേട് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൈ പിടിക്കാണ്ട് ഇങ്ങനെ തോന്നിക്കൂടെ ഇറങ്ങിപ്പോയി. വല്ലപ്പോഴും കയറുമ്പോഴേ ഇങ്ങനെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മളിങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ അല്ലേ കയറുന്നുള്ളൂ. ഇതാണിപ്പോൾ സംഭവം. നമുക്ക് ഇറങ്ങാൻ ഇല്ല, ഇറങ്ങൽ കുറച്ച് റിസ്ക്കാണ്. ഇത് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കലത്തിൽ വെച്ചിട്ട് തൂക്കി വെച്ചിട്ടുള്ളതാണ്. കണ്ടോ ഈച്ചകൾ, കുഞ്ഞു ഈച്ചകൾ പറക്കണുണ്ടോ? എന്താ ഈ ഓട്ടയിൽ കൂടെ വരുന്നുണ്ട്. അതിൽ തേനുണ്ട് കേട്ടാ. നമ്മൾ എടുത്തിട്ടില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എടുക്കാന്ന് വെച്ചിട്ടാണേ. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ മുളക്. നമ്മൾ മറ്റൊരു മുളകിൻ്റെ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയ മുളകാണ് ഇത്. ഇതിലൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതെ, ഇതിൽ നിറയെ ഉണ്ടാവുന്നുണ്ട്. ഇതാ, പിന്നെ ഇതിലൊക്കെ നിറച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ തന്നെയാണ് അധികം പറിക്കാറ്. കുറേ പറിച്ചിട്ടുണ്ട്, എന്നാലും ഉണ്ട്. കണ്ടോ, അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ. തീരെ എരിവ് കുറവൊന്നുമില്ല, നല്ല എരിവുണ്ട്. ഇതെന്താ? ചാണകപ്പൊടി. നമ്മളിപ്പോൾ ഉണ്ടല്ലോ പുളിയില പറിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണേ. ഇവിടെ പുളിയിലയുണ്ട്. പുളിയില മീൻ വെച്ചിട്ട് ചൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഇരുട്ടായി തുടങ്ങി, 5-5:30 സമയം ആ ഒരു ടൈമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഇവിടെ നിന്ന് പുളിയില പറിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പപ്പായം കൊണ്ട് വരുന്നുണ്ട്. ഇത് ഇവിടുന്ന് കിട്ടിയോ? പഴുക്കാറായത് കറി വയ്ക്കാൻ ഭാഗത്ത് പാർലേജിയുടെ ബിസ്ക്കറ്റ് ഇല്ലേ, അത് കൊടുത്താൽ മതി. പാവം വിശന്നിട്ടായിരിക്കും. കൊണ്ടോ മീൻ പുളിയില ചൂടാനുള്ള പുളിയിലാണ് കേട്ടോ പറിക്കണത്. ഇത് ഇതുപോലത്തെ തളിര ഇലയാണ് കേട്ടോ നല്ലത്. മറ്റേതാവുമ്പോൾ നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് അറിയും. അപ്പം നമുക്ക് അത് പറിക്കാം. കുറച്ചേ ഉള്ളൂ. കാവല് നമ്മുടെ ബൊഗെയിൻവില്ല പൂത്ത് നിൽക്കണുണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ വൈറ്റ് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊന്നും കൂടി എടുത്ത് കാണിച്ചതാണ്. കണ്ടപ്പോൾ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നുണ്ടല്ലോ നമ്മളൊരു ഈവനിങ് വ്ളോഗ് എടുത്തിട്ടുണ്ടായിട്ട്. ഈവനിങ് വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ചൊരു സമയം നമ്മളെടുത്തിട്ടുള്ളതാണ്. വൈകുന്നേരത്തെ കുറച്ച് സമയം, ഒരു 4 മണിക്ക് ശേഷമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിന്ന് വൈകുന്നേരത്തേക്ക് മീൻ പുളിയില ചൂടുക കേട്ടോ. അപ്പോൾ ഇത് മീനും പുളിയിലും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അട പോലെ ചുട്ടിട്ടുണ്ടാക്കുന്നതാണ്. നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ പുളിയില എല്ലാം പറിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നേരാക്കുകയാണ് കേട്ടോ. നേരാക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഏറ്റവും തളിരില മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. തളിരില ആണെങ്കിൽ നമുക്ക് മിക്സിയിൽ അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അമ്മയിൽ അരച്ചെടുക്കുമ്പോഴായാലും ആ കോലും ഒക്കെ അങ്ങനെ കിടക്കട്ടോ. ഇത്രയും കുഞ്ഞു തളിരിലയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം എല്ലാം മൂത്ത് പോയിരിക്കണു. കുറച്ച് നാൾ മുന്നേ നമ്മൾ നോക്കിയപ്പോൾ നിറയെ തളിരില ഉണ്ടായിരുന്നു. ഇപ്പം ഒന്നുമില്ല, ഇപ്പം എല്ലാ ഇലയും മൂത്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പുളിയില നേരാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാഷ് ചെയ്യണം കേട്ടോ. നിറയെ പൊടി, ഈ കാറ്റിലെ പൊടിയൊക്കെ കാണാനുള്ള പൊടിയുണ്ട്. അപ്പം നമ്മൾ കഴുകിയിട്ടില്ല, ഒന്ന് കഴുകി എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കഴുകി എടുക്കുമ്പോഴുണ്ടല്ലോ ഈ പുളിയില ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടി പിടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ കഴുകിയെടുക്കുക ചെയ്യണേ. നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചേട്ടനുണ്ടല്ലോ മീൻ മേടിച്ചു കൊണ്ടിട്ടുണ്ട്. ഇന്നല്ല കേട്ടോ,
അപ്പോൾ 2 ദിവസമായി കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് നേരെ ആക്കിയിട്ടാണ് കേട്ടോ അവർ തന്നത്. ഇതും പിന്നെ നേരെ നിൽക്കണില്ല, ഫ്രിഡ്ജിൽ വെച്ചാലോണ്ട് വളഞ്ഞേക്കാം. പിന്നെ ഈ ഒരു മീനാണ്. ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് മീനുണ്ട് കേട്ടോ. ഈ ഒരു പാരലിൽ മാത്രം എടുത്താൽ മതി താഴത്തെ. ഇത് കുറച്ച് നേരാക്കിയിട്ടുള്ളത് എന്ത് മീനാ അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയൊരു മീൻ തന്നെയല്ലേ ഒന്ന് നേരാക്കി എടുക്കണേ. ഇത് 2 ദിവസമായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കാണുകൊണ്ട് തന്നെ അത് ബാക്കിയുള്ളതൊക്കെ ശരിയാക്കിയതാണ്. ഈ ഒരു 4-5 പേരിൽ നമ്മൾ മീൻ പുളിയില ചുടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുറിക്കാനൊരു ബുദ്ധിമുട്ട്. അതിൻ്റെ ഇടയിൽ ചേട്ടൻ പാല് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൊസൈറ്റിയിൽ നിന്നാണ് പാല് മേടിക്കാറ്. അപ്പോൾ പാല് നമ്മൾ മേടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ മേടിച്ചാൽ 2 ദിവസത്തേക്കൊക്കെ പറ്റും. അതിന് വേണ്ടി പാല് കൊണ്ടുവന്നുണ്ട്. നമുക്കതിന് തിളപ്പിച്ച് അവിടെ സിമ്മിൽ ഇരുന്നിട്ട് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പണി ചെയ്യാം അല്ലേ. ഇനി നമുക്ക് മിക്സിയിലേക്ക് നമുക്ക് പുളിയില ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കുകയാണേ. കാന്താരിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാന്താരി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലർക്ക് എരിവ് കൂടുതൽ വേണം, കുറച്ച് വേണം. ഇനി അതൊന്നും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയാണ് കേട്ടോ. ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അങ്ങനെ നേരാക്കി ഫ്രിഡ്ജിൽ വെക്കണ കാരണമുണ്ടേ നമ്മളത് നേരാക്കണമെന്നും കാണിക്കാത്തില്ല. നേരാക്കി ഓൾറെഡി അതിൽ വെക്കാറുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കൂടുതൽ ദിവസത്തേക്കുള്ളതൊന്നും ഉണ്ടാവില്ല. 1-2 ദിവസത്തേക്കുള്ളതൊക്കെ നേരാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഒരു 3-4-5 ഉള്ളി ഒരു 6 അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഒരു പകുതി തേങ്ങ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. പിന്നെ ഇത് നമുക്ക് അരച്ചു കൊണ്ടുവരാം. അരച്ച് നോക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. അറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിനാണ് അരച്ചേക്കണത് കണ്ടോ. ഇത് നമുക്ക് പാത്രത്തേക്ക് മാറ്റാം. ഒരു കാര്യം പറഞ്ഞേ, ഉപ്പിടാൻ പറഞ്ഞു. മെയിൻ സാധനം ഇടാൻ മറന്നു. അപ്പൊ നമുക്ക് ഇപ്പിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നും കൂടെ വേണമെങ്കിൽ ഇട്ടിട്ട് അരയ്ക്കാം. ഞാൻ ഇപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ മിക്സിയിലിട്ട് കറക്കാം. മറന്ന് ഇങ്ങനെ പോവാണെങ്കിൽ ഒന്നും കൂടി ഇട്ട് കറക്കാൻ വേണ്ടി. ഈ മീൻ വന്നിട്ടുണ്ടല്ലോ, ജസ്റ്റ് നമ്മൾ ഒരു 2 പീസാക്കിയിട്ട് ഇട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഇടുകയാണെങ്കിൽ പുഴമീനല്ലേ ഇത്? പുഴമീൻ, പുഴ പരലാണ്. പുഴയിലത്തെ പരല് മീൻ ചെറിയ മീനാണ് ഏറ്റവും നല്ലത്. ഇതിന് ഏറ്റവും നല്ലത് ഏതാ? ചെറിയ പരൽ മീനാണ് നല്ലത്. അതാ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇപ്പൊ തന്നെ ആ വെളിച്ചെണ്ണയുടെയും ആ ഒരു എന്താ പറയാ എല്ലാം കൂടെ ഫ്ലേവർ എല്ലാം കൂടെ ആയപ്പോ ഉള്ളിയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കത് അടയായിട്ട് ചൂടാം അല്ലേ. ഇലയിലേക്ക് ഇട്ടോളൂ. ഈ ഒരു ഇങ്ങനത്തെ ഒരു ചട്ടി, ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ഒരു പാനാണ് കേട്ടോ എടുത്തേക്കണത്. അതിലേക്ക് വെക്കാം, അല്ലെങ്കിൽ എന്തിലായാലും വെക്കാം. നമുക്ക് ഇരുമ്പാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്, പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ നല്ലതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പുളിയില വെക്കാം. ഇനി ഇത് നമുക്ക് ഇലയും കൊണ്ട് തന്നെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇനി സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് സിമ്മിലിടാൻ ശ്രദ്ധിക്കുക. പിന്നെ കരിഞ്ഞു പോവാതെയൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഇല കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളു വെന്തുണ്ടാവില്ല. അപ്പോൾ ഉള്ളു വേവുന്ന വരെ സിമ്മിലിട്ടിട്ട് നല്ല ഇതാക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി.
അപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ടാവും. നമുക്ക് എടുക്കുകയാണേ. എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇത് നല്ല പണി കിട്ടുക. ഇതല്ല ഇങ്ങനെ എടുക്കുക, ഒരു പാത്രം വെച്ചിട്ട്. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് വേവിക്കാം. തിരിച്ചിടണമെങ്കിൽ ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. അത് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചായ കുടിക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, ഞാൻ മാത്രമേ ഇവിടെ ചായ കുടിക്കുള്ളൂ. മുന്നത്തെ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു വേറെ ആരും ചായ കുടിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചായ കുടിക്കാം. അപ്പോൾ ചായയുടെ ഒപ്പം ഇന്ന് ഇതിൻ്റെ പുളിയെല്ലാം ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി ഒഴിയുന്നാവട്ടെ. മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. ഇത് മഞ്ഞപ്പൊടി അല്ലേ ഇത് ഉപ്പല്ലേ? ഉപ്പ് മഞ്ഞപ്പൊടി ഇറങ്ങിട്ട് കേട്ടോ. മീനിനെ ഇറക്കി വെച്ചേക്കുന്നൊക്കെ നല്ല ഷേപ്പിലൊക്കെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി രാത്രി ഇതൊന്നും കറി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാള് ഉണ്ടാക്കുന്നതാണ്. സ്വന്തം കുക്കിംഗ് ആണ്. ഓക്കെ, നമ്മുടെ പുളിയെല്ലാം കരിഞ്ഞിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും മസാല പിടിക്കണം, അതാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ലൈറ്റായിട്ട് നമ്മൾ അതിൽ മറ്റേ ഒലിവ് ഓയിൽ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനെ നേരെ ഇതിലേക്ക് വയ്ക്കാം. ഇന്ന് കണ്ടോ, ഇതൊന്നിങ്ങനെ നെയ്യ് ഇങ്ങനെ ഇറങ്ങി വന്നുണ്ടോ, കണ്ടോ? ശരിക്കും നമുക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഉള്ളിങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മൾ ഓയിലില്ലാത്തോണ്ടാട്ടോ ഇങ്ങനെ, നമ്മൾ അധികം യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. നമ്മളിപ്പോ ആകെ ഒഴിച്ചിരിക്കുന്നത് കുറച്ച് ഒലിവ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഓൾറെഡി ഇപ്പൊ ഡ്രൈ ആയിട്ടുണ്ട്, അധികം ഓയിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ പുളിയെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെറിയച്ഛൻ്റെ വീട്ടിൽ പോയിട്ടോ. വന്നിട്ടാണ് പിന്നെ നമ്മളത് എടുത്തത്. അതാണ് ഇത്രയും ലേറ്റ് ആയത്. ഇപ്പോൾ നമ്മുടെ മീനും നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. പുളിയില റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുളിയില എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു ചേട്ടാ? നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്തായാലും. ഇത് കുറേ കാലമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഉണ്ടാക്കി. ആ മീന് ശരിക്ക് പുളിയുടെ ഇലയും ഉപ്പും ചെറുള്ളിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതിടാ ചമ്മന്തിപ്പൊടി ഉണ്ട്. മിക്സ് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാം. ഇതിങ്ങനെ എല്ലാം കൂടി നമ്മൾ എടുത്തിട്ട് സാധാരണ നമ്മൾ നൈറ്റിൽ ഇങ്ങനെ ഇത്ര ഹെവി ഫുഡൊന്നും കഴിക്കാറില്ല കേട്ടോ. ഇന്ന് ഇത്തിരി ഹെവിയാണ്, ഇത്തിരി കൂടുതലാണ്. മീൻ നന്നായിട്ട് വെന്തുണ്ട്, നല്ല ഡ്രൈ ആണ്. ഇത് നമ്മൾ ഓയിലൊന്നും അധികം യൂസ് ചെയ്യാണ്ട് ഉണ്ടാക്കിയ ഇതാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിലാണ് ഒരുപാട് ഫ്രൈ ആയിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ. ഓക്കെ, ബൈ.